ലോകത്തിലെ തന്നെ പ്രശസ്തമായ കുറേ നഗരങ്ങളുടെ പേരുകൾ എഴുതിയ കാർഡുകളാണ് എൻ്റെ ഉള്ളത്. ഈ കാർഡ് മുഴുവൻ ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ തന്നിട്ട് നിങ്ങളോട് ഇഷ്ടമുള്ളൊരു നഗരം ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാർഡ് മുഴുവൻ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നഗരം ചൂസ് ചെയ്യും. പക്ഷേ എനിക്ക് വേണ്ടത് നിങ്ങൾ പോലും ചിന്തിക്കുക എന്ന് വിചാരിക്കാത്ത ഏതെങ്കിലും ഒരു നഗരം നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത ഈ കാർഡുകളിൽ നിന്ന് എവിടെയെങ്കിലും നിങ്ങൾ കട്ട് ചെയ്തിട്ട് ആ മുഴുവൻ കാർഡും തിരിച്ചു വയ്ക്കുക. ഇപ്പോൾ കുറച്ച് കാർഡുകൾ ഫേസ് അപ്പായിട്ടും കുറച്ച് കാർഡുകൾ ഫേസ് ഡൗൺ ആയിട്ടും ആയിരിക്കും ഇരിക്കുന്നത്. കുറച്ച് നഗരങ്ങളുടെ പേര് നിങ്ങൾക്ക് കാണാം, കുറച്ച് നഗരങ്ങളുടെ പേര് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇതേപോലെ ഒന്നുകൂടെ കട്ട് ചെയ്യുക. അപ്പോൾ 2 പ്രാവശ്യം നിങ്ങൾ റാൻഡമായിട്ട് ഈ കാർഡുകൾ എവിടെയോ കട്ട് ചെയ്തിട്ട് കുറേ കാർഡുകൾ മുകളിലേക്ക് വന്നു, കുറേ കാർഡുകൾ താഴേക്കും. ഇതിൽ ആദ്യം താഴേക്ക് ഇരിക്കുന്ന കാർഡ് നിങ്ങൾ ഏതാണ് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ നമുക്ക് കുറേ കാർഡുകളുടെ പേരുകൾ കാണാം, എനിക്കും കാണാം, നിങ്ങൾക്കും കാണാം. പക്ഷേ ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് വരുമ്പം ഈ ആദ്യത്തെ കാർഡ് ഏതാണെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. നിങ്ങൾ അത് ഓർത്ത് വയ്ക്കുക, ഞാൻ നോക്കില്ല. ഓർത്ത് വയ്ക്കുക കാർഡ്. ഈ കാർഡ് മുഴുവൻ നമുക്ക് മിക്സ് ചെയ്യാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഓക്കെ, ഈ കാർഡിലേക്ക് എനിക്ക് നോക്കുക പോലും വേണ്ട. ഇനി നിങ്ങളുടെ കണ്ണിൽ നോക്കി നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന നിങ്ങൾ മാത്രം കണ്ട ആ കാർഡ് ഏതാണെന്ന് ഞാൻ പറയട്ടെ. ശരിക്കും ചിന്തിച്ചേ. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ നഗരം ദോഹയല്ലേ? അപ്പോൾ ചെയ്യാൻ വളരെ ഈസിയുള്ള ഒരു അടിപൊളി മെൻ്റലിസം ട്രിക്കാണ് ഇത്. എങ്ങനെയാണെന്ന് പറഞ്ഞു തരട്ടെ. ഇതിന് നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് ബ്ലാങ്ക് ആയിട്ടുള്ള കാർഡ്സ്, പിന്നെ ഒരു മാർക്കറിൽ എഴുതുമ്പോൾ നിങ്ങൾ അക്ഷരങ്ങൾ വലുതായിട്ട് എഴുതുന്നതുകൊണ്ട് കുറച്ചുകൂടെ രസമായിരിക്കും. ഈ കാർഡുകൾ നിങ്ങൾക്ക് സ്റ്റേഷനറി കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇനി ഇതില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ചാർട്ട് പേപ്പർ കൊണ്ട് ഇങ്ങനത്തെ കാർഡുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു നമ്മുടെ ചീട്ടിൻ്റെ ഒക്കെ സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി കാർഡുകൾ മൊത്തം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പേരുകൾ എഴുതുക. നഗരങ്ങളാവാം, ഫ്രൂട്ട്സ് ആവാം, ആൾക്കാരുടെ പേരുകളാവാം, എന്തുമാവാം. ഈ ട്രിക്കിൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർഫോമൻസിൽ കണ്ട പോലെ ഈ കാർഡുകൾ 2 പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറേ കാർഡുകൾ ഫേസ് അപ്പായിട്ട്, അതായത് നമുക്ക് പേര് വായിക്കാൻ പറ്റുന്ന രീതിയിൽ വരും. കുറേ കാർഡുകൾ ഫേസ് ഡൗൺ ആയിട്ടിരിക്കും. അതിൽ ആദ്യത്തെ കാർഡെന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പം ഏറ്റവും മുകളിൽ ഏത് കാർഡാണോ ഉണ്ടായിരുന്നത് ആ കാർഡായിരിക്കും. സോ ട്രിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം അവർ ഏത് നഗരം ചിന്തിക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നഗരം ഏറ്റവും മുകളിൽ വയ്ക്കുക. സോ ഈ കേസിൽ ഞാൻ ദോഹ ഏറ്റവും മുകളിൽ വെച്ചു. എന്നിട്ട് നിങ്ങൾക്ക് കാർഡ് മിക്സ് ചെയ്യുന്ന പോലെ അവരെ കാണിക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം നിങ്ങൾ മുകളിലത്തെ കാർഡ് മിക്സ് ചെയ്യുന്നില്ല. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മുകളിലത്തെ കാർഡ് ആ ദോഹ തന്നെ ആയിരിക്കും അവിടെ ഉള്ളത്. അവരെ കാർഡിൻ്റെ ഫേസുകളൊക്കെ കാണിക്കാം. പക്ഷേ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ആ മുകളിലത്തെ കാർഡ് തിരിച്ച് മുകളിൽ തന്നെ വയ്ക്കും. പ്രാവശ്യം കാർഡുകൾ മുഴുവൻ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് അവരുടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ടച്ച് ചെയ്യേണ്ട, നമുക്ക് അങ്ങോട്ട് നോക്കുകയോ വേണ്ട. നമുക്ക് വേണമെങ്കിൽ തിരിഞ്ഞ് നിൽക്കാം. എന്നിട്ട് അവരോട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതി. അതായത് എവിടെയെങ്കിലും ഒരു 1/4 ഭാഗം കട്ട് ചെയ്യുക, ഫുൾ കാർഡുകളും തിരിച്ചു വയ്ക്കുക. ഒരു 3/4 ഭാഗം കട്ട് ചെയ്യുക, ഫുൾ കാർഡുകളും തിരിച്ചു വയ്ക്കുക. ഇപ്പോൾ കുറേ കാർഡുകൾ ഫേസ് അപ്പ് ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ആദ്യത്തെ ഫേസ് ഡൗൺ ആയിട്ടിരിക്കുന്ന ആദ്യത്തെ താഴേക്ക് ഇരിക്കുന്ന കാർഡ് എടുത്ത് ഓർത്ത് വയ്ക്കാൻ അവരോട് പറയുക. ആ കാർഡ് എപ്പോഴും നമ്മൾ ഏറ്റവും ആദ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ വെച്ച കാർഡായിരിക്കും.